ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഒരുക്കാമെന്നതിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് പുൽക്കൂടി വെക്കുന്ന രൂപങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എടുത്തു നോക്കാമെന്ന് വെച്ചത്. അപ്പം നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. പെയിൻറ്റൊക്കെ പോയി അപ്പാടെ പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 27-28 വർഷം പഴക്കമുള്ള രൂപങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെയിൻറ്റൊക്കെ പോയി നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായത്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. ഫാബ്രിക് പെയിൻറ്റ് മാത്രം മതി കേട്ടോ നമുക്കിതുപോലത്തെ രൂപങ്ങളൊക്കെ കളർ പോയതെല്ലാം നമുക്ക് നല്ല പുത്തനാക്കി എടുക്കാനായിട്ട്. നമുക്ക് പൈസയും ലാഭിക്കാം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോടെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഫസ്റ്റ് മാതാവിനെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റൊക്കെ വെച്ചിട്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഏകദേശം കറക്റ്റായിട്ടുള്ള കളർ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാതാവിനെ ഞാൻ അത്യാവശ്യം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് സ്കിന്നിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം ഒരു പൊടിക്ക് ഒരു പെയിൻറ്റ് ബ്രഷിന് അറ്റത്തൊരു റോസ് പെയിൻറ്റ് ഒരു ശകലം എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ് വരുന്നത്. ഇതിനിടയിൽ ഞാൻ യോസേപ്പിതാവിനൊന്നും കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യോസേപ്പിതാവിൻ്റെ മുഖത്ത് അതുപോലെ തന്നെ കയ്യിലും കാലിൻ്റെ ഭാഗത്തുമായിട്ട് സ്കിൻ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മാതാവിനാണ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഫേസിലും അതുപോലെ തന്നെ കയ്യിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഗബ്രിമാലകയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഗബ്രിമാലക ഒന്ന് പൊട്ടിയൊക്കെ പോയായിരുന്നു. അപ്പം എന്തോ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചാണ്, ഞാനല്ല ഒട്ടിച്ചത്. അപ്പം നമ്മൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുന്നതേക്കും ഈ പൊട്ടിയതൊന്നും അത്ര അറിയത്തില്ലാതെ വരും. മാലായ്ക്ക് ഞാൻ ഫസ്റ്റ് സ്കിൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. അതിന് കാരണം ഞാൻ ഓൾറെഡി സ്കിൻ കളർ ഇപ്പോൾ മിക്സ് ചെയ്തായിരുന്നു. അപ്പം ലാസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കിൻ കളർ കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ്, അതായത് അടിഭാഗത്ത് നമ്മൾ കളർ കൊടുത്തല്ലോ, അപ്പോൾ അത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ബോഡിക്കൊക്കെ കളർ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഗ്രേ കളർ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത കളറാണ്. ഇപ്പോൾ ഗ്രേ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ബാക്കി വന്ന പെയിൻറ്റ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുതയ്ക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴുതയുടെ ബോഡിയിൽ ഫുള്ള് ഞാൻ ഗ്രേ കളർ കൊടുത്തു. എന്നിട്ട് ആ ഒരു ഹെയർ വരുന്ന ഭാഗത്ത് ബ്രൗൺ കളറാണ് കൊടുത്തത്. അടുത്ത് ഞാൻ ആട്ടിടേനാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോക്കത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ കറണ്ട് പോകുന്ന സമയത്ത് ഞാൻ പെയിൻറ്റ് ചെയ്ത് തന്നെ വെച്ചു, കാരണം അല്ലെങ്കിൽ നമുക്കിത് വേഗം ഉണങ്ങി കിട്ടാനായിട്ട് പറ്റത്തില്ല. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് പൂജരാജക്കന്മാരിൽ ഒരാൾക്കാണ്. പുൽക്കൂട് സെറ്റിൽ ചിലതൊക്കെ മിസ്സിങ് ആണ്. പൂജരാജക്കന്മാരെല്ലാവരും ഇല്ല, അതുപോലെ തന്നെ കാളയില്ല, ഒട്ടകമില്ല. പിന്നെ ഉണ്ണിയേശുവിന് രൂപം പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് 2-3 വർഷം മുന്നേ മേടിച്ചതാണുള്ളത്. അങ്ങനെ ഒരു 4-5 രൂപങ്ങൾ നശിച്ചു പോയായിരുന്നു. ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ കളർ ചെയ്തെടുത്തിരിക്കുന്നത്. ഉണ്ണീശു ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയത്തില്ല. ഞാനിനി ഇതിന് ഐസും അതുപോലെ തന്നെ ലിപ്പൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗോൾഡൻ ടച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതെല്ലാം ഒന്ന് കാണിക്കുന്നതാണ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ കണ്ട ആ പഴയ ഒരു രൂപമൊന്നും കണ്ടാൽ തോന്നത്തില്ലല്ലോ, പുത്തനൊരു രൂപം മേടിച്ചതായിട്ടല്ലേ തോന്നുള്ളൂ. അപ്പം ഞാൻ മാതാവിന് ഐബ്രോയും അതുപോലെ തന്നെ ഐസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്സും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗബ്രിമാലയ്ക്ക് ലിപ്സ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐബ്രോയും അതുപോലെ തന്നെ ഐസും ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഉണ്ടായിരുന്ന രൂപത്തിൽ ബ്രൗൺ കളർ വെച്ചിട്ടായിരുന്നു ഐസും ഐബ്രോയും ഒക്കെ കളർ ചെയ്ത് കൊടുത്തിരുന്നത്. ഞാനപ്പം ആ കളർ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ രൂപങ്ങൾക്കും ഐബ്രോയും ഐസും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അത്ര വരയ്ക്കുന്നതൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഇനി മാതാവിൻ്റെ ഡ്രസ്സിലും കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മെറ്റാലിക് ഗോൾഡ് വെച്ച് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ അതത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഗോൾഡൻ ഗ്ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഇതുപോലെ ഓരോ രൂപങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആട്ടിടയന്മാരുടെ ഡ്രസ്സിനൊന്നും ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നേരത്തെ ആദ്യം വീഡിയോ കാണിച്ച ആ ഒരു പഴയ രൂപങ്ങളാണെന്ന് കണ്ടാലൊട്ടും പറയത്തില്ലല്ലോ, നല്ല പുത്തൻ രൂപങ്ങളാണെന്നല്ലേ കണ്ടാൽ പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ രൂപങ്ങളൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അതുപോലെ പെയിൻറ്റ് ഇല്ലെങ്കിൽ പെയിൻറ്റ് മേടിക്കുമ്പോൾ പ്രൈമറി കളേഴ്സ് മാത്രം 5 കളേഴ്സ് മാത്രം മേടിച്ചാൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കളേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കളർ ചെയ്ത് നമ്മുടെ പഴയ ക്രിസ്മസ് രൂപങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത ദിവസം പുതിയൊരു പുൽക്കോട് മേക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ രൂപങ്ങളൊക്കെ വെച്ച് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.